കാക്ക പൊട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് വേറെ കാക്കായ ഇത് പിടിപ്പിച്ചെന്നെ. ടാഗാ? ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് സമയമായി എഴുന്നേറ്റിട്ട് അടുക്കളയിൽ കിടന്ന് നല്ല പണിയായിരുന്നു. അഫി സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പം പതിവിലും നേരത്തെ എഴുന്നേക്കും. പിന്നെ ഞാനും ഉമ്മച്ചും കൂടി ടിഫിനും അതുപോലെ തന്നെ ലഞ്ചൊക്കെ കൊടുത്തു വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നേക്കൂട്ടോ. അപ്പോൾ കുറച്ച് സമയമായി എഴുന്നേറ്റിട്ട് പിന്നെ ഏകദേശമൊക്കെ ഒരു പണിയൊക്കെ ഒതുങ്ങിയപ്പം ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് അഫിനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഫ്രഷാക്കി റെഡിയാക്കി നിർത്തണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പണിയൊക്കെ എങ്ങനെയും ചെയ്യാം, ഇതിങ്ങനെ വലിച്ചെഴുന്നേപ്പിച്ച് ഫ്രഷാക്കലാണ് ഏറ്റവും വലിയ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് പോവില്ല എന്നൊക്കെ കുറച്ച് നേരമൊക്കെ പറയും. പിന്നെ എന്തായാലും കൊണ്ടുവിടുമെന്ന് മനസ്സിലാകുമ്പോൾ ആള് ഓക്കെ ആവും കേട്ടോ. ഓക്കെ. പിന്നെ ഇന്ന് നിധിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവനെ വിട്ടിട്ട് വേണം 10 മണിയൊക്കെ കഴിയുമ്പോൾ വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കിച്ചണിലേക്ക് പോകാം. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയതാണ് കേട്ടോ ഞാനും ഉമ്മച്ചിയും. ഇപ്പോൾ അഫി പോകുന്നത് കൊണ്ട് രാവിലത്തെ ഫുഡും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ റെഡിയാവും. പിന്നെ അവന് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി ഇഷ്ടമല്ല കേട്ടോ. അവനിങ്ങനെ വെള്ളച്ചോറ് മതി ഉമ്മീന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒഴിച്ചുകറി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവൻ പോയതിന് ശേഷം പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. രാവിലെ തിരക്ക് പിടിച്ചുണ്ടാക്കാറില്ല. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ ചപ്പാത്തി വരുത്തുന്ന പരിപാടിയിലാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവന് ചപ്പാത്തി അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷെ അവന് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ആദ്യം പൂരി കുറച്ചിങ്ങനെ അതായത് ആ ചെറിയ വട്ടത്തിലിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വലുത് നമ്മൾ കഴിക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവന് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ടിഫിനായിട്ട് ഇത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള തോരനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി പൂരി പൊരിച്ചെടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവനെ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ച് ഫ്രഷാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ ഞാൻ എടുത്തു വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതും കൂടി തപ്പിക്കൊണ്ട് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് രാവിലെ എല്ലാം കൂടി പാടാണല്ലോ. പിന്നെ പപ്പടം ഇഷ്ടമാണ് കേട്ടോ അവന്. അങ്ങനെ അതുകൊണ്ട് അത് കുറച്ചിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടിഫിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ പൂരിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ഒരു 4 പൂരി ഞാൻ വെക്കുന്നുണ്ട്. അതുപോലെ കിഴങ്ങ് കറിയും വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടിഫിൻ എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ലഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പം ഫുള്ള് കഴിക്കാറുണ്ട്, ചിലപ്പോൾ കുറച്ച് വേസ്റ്റാക്കും ഉമ്മി എന്നൊക്കെ വന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് വെച്ച് കൊടുത്തു. പിന്നെ ക്യാബേജ് തോരൻ വെച്ച് കൊടുത്തു. പിന്നെ ഒരു 2 കഷ്ണം മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കൊടുത്തു വിടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ നല്ല നീറ്റായിട്ട് തന്നെ കഴിക്കാറുണ്ട്. അവിടെ എല്ലാത്തിനും ആൻറ്റിമാരുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ടവലൊക്കെ കെട്ടിയിട്ട് ഞാൻ ബാഗിലെടുത്ത് വെച്ചു. പിന്നെ അവനൊന്ന് റെഡിയാക്കി ഇടയ്ക്ക് ഒരു മൂഡ് ഓഫൊക്കെ ഉണ്ട് ആൾക്ക്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് തലമുടിയൊക്കെ ഈരി പിന്നെ ടാഗ് ഉണ്ട്, ഒരു താൽക്കാലികമായിട്ട് ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അവനെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഞാനാണ് കൊണ്ടുവിടാൻ പോകുന്നത് റോഡ് വരെ. അപ്പോൾ അതേ മോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൻ ഇറങ്ങുന്നുണ്ട്. മുഖം അത്ര തെളിഞ്ഞിട്ടൊന്നും ഇല്ല, എന്നാലും അങ്ങനെ നമ്മളിതേ നടന്ന് പോകുന്നതാണ് കേട്ടോ റോഡിലേക്ക്. 8:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബസ് വരും. 8:35 വരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ 8:40 ആവും അങ്ങനെ. അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സമയമാകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് റോഡ് മുറിച്ച് കിടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അവിടുത്തെ 2 കുട്ടികൾ കയറാനുണ്ട്. അങ്ങനെ സമയമായപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ അവൻ ബസ്സിൽ കയറി പോയിട്ടോ. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അഫി വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിടുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. അവളെ ഉറങ്ങുകയാണ്. ഇനി അവർക്കതിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണം. പിന്നെ ഉമ്മിച്ച് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ സൂര്യനിൽ നിന്നുള്ള ദോഷകരമായിട്ടുള്ള റേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ട്രിക്കിയാണ് സംഭവം. നമുക്ക് സൺ പ്രൊട്ടക്ഷനും വേണം, അതോടൊപ്പം തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഗ്ലോ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമാണല്ലോ.
അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള ഗ്ലോ ഇങ്ങനെ മങ്ങി പോകുന്ന പോലെ ഡിമ്മാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആളുകളിങ്ങനെ ഔട്ട്ഡോറിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഫോട്ടോസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഔട്ട്ഡോറിൽ നിന്നുള്ളതാണ്. അപ്പം സൂര്യൻ ഇങ്ങനെ, അതായത് ഈ നല്ലൊരു ബ്രൈറ്റായിട്ട്, സൂര്യൻ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുമ്പോൾ ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ എടുത്തിടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുപോലെ ഗ്ലോ ചെയ്ത് അവരുടെ ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കാറുണ്ട്. അതായത് സൺ പ്രൊട്ടക്ഷനും കിട്ടണം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യുകയും ചെയ്യണം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മാമ എർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ. കാരണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെ പിടിച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മുതൽ, അതായത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നേരത്തേക്കാട്ടിലും നമ്മുടെ സ്കിന്ന് നല്ല രീതിയിലൊരു ഗ്ലോ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റൈസ് വാട്ടർ അതുപോലെ തന്നെ നിയാസിനമൈഡ് ആണ്. അത് രണ്ടും നിങ്ങൾക്കറിയാലോ. ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ ഉണ്ടല്ലോ, അതിന് ഏറ്റവും എന്താ പറയുക, കൊറിയൻ ഗ്ലാസ് സ്കിൻ ആവുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് വാട്ടറും നിയാസിനമൈഡും ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയുക, യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും നൽകും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് ഉപയോഗമുണ്ട് ഈ ഒരു സൺസ്ക്രീൻ കൊണ്ട്. പിന്നെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, കാരണം മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ ഇതിലൊരു ടോക്സിൻസോ അല്ലെങ്കിൽ കെമിക്കൽസോ, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. സോ ഞാനിതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആയിക്കോളൂ കേട്ടോ. അതായത് നമുക്കിങ്ങനെ അവിടെ ഇവിടെ പിടിച്ചിരിക്കുന്ന ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല, നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആകും ഫേസിൽ മുഴുവനായിട്ടും. അപ്പം എന്താണ്, ഇതിന് മുമ്പുള്ള ഒരു സ്കിന്നും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ സൺ പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ മാമ എർത്തിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് കേട്ടോ. അത് സൺ പ്രൊട്ടക്ഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ബെനിഫിറ്റ്സും നൽകുന്നുണ്ട്. അതിൽ നിന്നാണ് ബീറ്റ്റൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ. സൺ പ്രൊട്ടക്ഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു റേഡിയൻറ്റ് ഗ്ലോ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്താൻ ഡീറ്റാൻ സൺസ്ക്രീൻ ആണ്. പ്രൊട്ടക്ഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ സ്കിൻ ഡീറ്റൻ ആൻഡ് ബ്രൈറ്റനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അൾട്രാലൈറ്റ് ഇന്റൻസ് സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതോടൊപ്പം സൂത്തിങ് സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നതാണ് ഹൈഡ്രാജൽ ഇന്ത്യൻ സൺസ്ക്രീൻ. ഇത് നല്ലൊരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അതോടൊപ്പം എന്താ പറയുക, ഇതിനൊരു അലോവേരയുടെ അതുപോലെ തന്നെ റാസ്ബെറിയുടെ ഗുഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൺസ്ക്രീനുകളും നിങ്ങൾ കണ്ടല്ലോ, എല്ലാം നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള അജ്മൽ 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മാമാരത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഒനിയൻ ഷാമ്പൂ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കൊടുത്ത ഫീഡ്ബാക്കിനനുസരിച്ച് നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, പുതിയ ഇന്നോവേഷൻസിലൂടെ അതുപോലെ തന്നെ റിസർച്ചിലൂടെയൊക്കെ അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി പ്രൊഡക്ട്സ് ആണ്. അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. തട്ടക്കുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. അഫിക്കും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എല്ലാ ഇഞ്ചക്ഷനും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 45 ദിവസം കഴിയുമ്പോൾ, അതായത് 1.5 മാസം കഴിയുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനായിരുന്നു. നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി എങ്കിലത് വലിയ പ്രശ്നമില്ല, എന്നാലും മാക്സിമം ആ ഒരു കറക്റ്റ് സമയത്ത് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു. കയ്യിലൊന്നും ഓരോ കാലിലും ഓരോന്നും ഇതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 മരുന്നും കൊടുത്തു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. കുറച്ച് നേരം ഇരുന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഞ്ചിക്കല്ല് വഴിയാണ് വന്നത്. കാരണം അത്തശ്ശിയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്തശ്ശിനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.
അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിടക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർക്കണത് 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാനതിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് എഡിറ്റൊക്കെ ചെയ്തു. അപ്പോഴേക്കും സമയം 3 മണിയായി. 3 മണി കഴിഞ്ഞു കേട്ടോ. ഇപ്പം കറക്റ്റ് 4 മണിയാകുമ്പോഴത്തേക്കും അഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകണം. 4:15 ആകുമ്പോഴത്തേക്കും ബസ് അവിടെ വരും. നമ്മളിവിടെ 4 മണിക്ക് തന്നെ പോയി നിൽക്കും കേട്ടോ. കുറച്ച് നേരത്തെ ആയാലും പോയി നിൽക്കും. പിന്നെ അവൻ വരുമ്പോഴേക്കും നമ്മുടെ ഉഴുന്നുവട റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അത് അരച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബാറ്ററൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ വന്നു കഴിയുമ്പോഴത്തേക്കും ചൂടോടുകൂടി എണ്ണയിലിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴുകിയിട്ടാണ് കേട്ടോ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് പോയത്. അപ്പോൾ നന്നായിട്ട് അത് കുതിർന്നിട്ടുണ്ട്. പിന്നെ അത് ഇഞ്ചി ചേർത്തൊന്ന് അരച്ചെടുക്കുകയാണ്. ഇഞ്ചി അത് ഇട്ടു. പിന്നെ ആണെങ്കിൽ ഈ ഒരു ഉഴുന്നുണ്ടല്ലോ, അത് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇടുന്നതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. മാക്സിമം 1 സ്പൂണൊക്കെ ഒഴിക്കാവുള്ളൂ. കൂടി പോയിട്ടുണ്ടെങ്കിൽ മൊത്തം കുളമായി പോകും. ആ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും, കൊള്ളത്തില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ അരിഞ്ഞിടുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 പാർട്ടായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു തരിയും കൂടെ വേണം, ഭയങ്കര ഫൈനായിട്ട് അരയ്ക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് അരിപ്പൊടി അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി പഫിനെ വിളിക്കാൻ പോയിട്ട് വന്നിട്ട് വേണം ഇതുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എന്താണ് ഉഴുന്നുവടക്കുള്ള സംഭവം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ചേർത്തിട്ട്. സോ ഇനി നമ്മൾ അഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 4:15 ആകുമ്പോഴത്തേക്കും ബസ് ഇവിടെ വരും കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4:15 ആകുമ്പോൾ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് ബസ് വരാനായപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിന്നു കേട്ടോ. അതായത് രാവിലെ ബസ് വരുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും വരുന്നത്. ആ സൈഡിലാണ് വന്ന് നിർത്തുന്നത്. അതുകൊണ്ട് വേറെ കാക്കായ ഇത് പിടിപ്പിച്ചെന്നെ. അങ്ങനെ ബസ് ഇറങ്ങി ഓരോ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അവരുടെ ടാഗ് എന്തോ പൊട്ടിപ്പോയി. അപ്പോൾ വേറൊരു ഇക്കാക്കായാണ് ശരിയാക്കി കൊടുത്തതെന്നൊക്കെ പറയണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈസിക്ക് പനിയായതുകൊണ്ട് 2 സൈഡ് അവൻ പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇത്താത്തയുടെ കൂടെയാണ് ഞാൻ ഇരുന്നത്. ഇക്കാക്ക ഇല്ലാത്തതുകൊണ്ട് ഇത്താത്തയുടെ കൂടെയാണ് ഇരുന്നതെന്നൊക്കെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇന്ന് എക്സസൈസ് ചെയ്യാൻ പഠിപ്പിച്ചു ഉമ്മി. അതായത് നമ്മൾ ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇതൊക്കെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി കൊടുത്തു. പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം കൂടി അടുത്ത് വെക്കണം. നമ്മുടെ കയ്യിൽ ഒരു നനവുണ്ടാവണം, ഇല്ലെങ്കിൽ വിട്ട് വരില്ല. അപ്പോൾ അതിങ്ങനെ ഉരുളയാക്കിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ആ ഒരു തുള ഉണ്ടല്ലോ, ആ തുളയും കൂടി ഇട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ അവൻ ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അവന് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമായി ഉമ്മി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് ചായ കുടിച്ചിട്ട് ഇന്ന്. കാരണം ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെയാണ് കേട്ടോ ചായ കുടിച്ചത്. പിന്നെ എനിക്ക് ഒത്തിരി സീനൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നിധിക്ക് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പനിക്കും ചെയ്തു. അപ്പോൾ അവളുടെ പുറകെ തന്നെയായിരുന്നു. പനിക്കുമ്പോഴത്തേക്കും ഒരു ചിത്താന്തമാണല്ലോ. പിന്നെ അത് രാത്രി ഉറങ്ങുന്നതാണ് കേട്ടോ. അപ്പം കൊതുകുള്ളതുകൊണ്ടാണ് ഞാനത് വെച്ചേക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.